ഇന്ത്യ സഖ്യത്തിന്റെ ബീഹാർ മഹാഗഠബന്ധനിൽ ഒടുവിൽ ചിത്രം തെളിഞ്ഞിരിക്കുന്നു. പടലപ്പിണക്കവും സീറ്റ് വിഭജന തർക്കങ്ങളും തൽക്കാലം ഒതുക്കാൻ സാധിച്ചതോടെ ഇനി അങ്ങോട്ട് ഫ്ലൈയിങ് മോഡിലാണ് സഖ്യം. केंद्र की सरकार ने जिस रूप से बेचने का काम किया, महागठबंधन को होगा। इस चुनाव में अगले मुख्यमंत्री चेहरे के रूप में तेजस्वी यादव जी को हम लोग सपोर्ट करते हैं. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രതീക്ഷിച്ചതുപോലെ തേജസ്വി യാദവ് തന്നെ. മറ്റൊരു ഓപ്ഷനുമില്ല ബീഹാർ. അപ്രതീക്ഷിത എലിവേഷൻ മുകേഷ് സാഹ്നിയുടെ പാർട്ടിക്കാണ്. വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് ഇന്ത്യ സഖ്യം നൽകിയ പ്രാധാന്യവും ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് സാഹ്നിയെ നിർദ്ദേശിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. കൃത്യമായ കാരണങ്ങളുണ്ട് അതിന്. ഇടതു പാർട്ടികൾക്ക് ചില മേഖലകളിൽ ശക്തമായ സ്വാധീനമുള്ളതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ വോട്ട് സ്വാധീനം 20ഓളം മണ്ഡലങ്ങളിൽ EBC വോട്ടുകൾ ഇവർക്കുണ്ട്. പ്രത്യേകിച്ച് മല്ല സമുദായമടക്കം, അതായത് നിഷാദ് വിഭാഗത്തിൻ്റെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ വൻ സ്വാധീനമുണ്ട് ഇൻസാഫ് പാർട്ടിക്കും മുകേഷ് സാഹ്നിക്കും. അവരുടെ ചിഹ്നം തന്നെ തോണിയാണ്. മിഥിലാഞ്ചൽ സീമാഞ്ചൽ മേഖലകളിൽ EBC വോട്ടിലെ ആ സ്വാധീനമാണ് ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് നിർദ്ദേശിക്കുന്നതിലേക്ക് എത്തിയത്. കഴിഞ്ഞ ബീഹാർ ജാതി സെൻസസ് തെരഞ്ഞെടുപ്പ് സമവാക്യത്തെ ചെറിയ രീതിയിൽ അഴിച്ചുപണിയാൻ കാരണമായിരിക്കുന്നു. NDA പട്ടികയിൽ ആ മാറ്റം പ്രകടം. ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ഥാനാർത്ഥികളുടെ വർധന, ഒപ്പം കൃത്യമായ EBC ബാലൻസ് പട്ടികയിൽ കാണാം. ബ്രാഹ്മണ ഭൂമിഹാർ രജപുത്ര സ്ഥാനാർത്ഥികൾ വീണ്ടും കൂടി. NDA മുസ്ലിം വിഭാഗത്തെ തഴഞ്ഞപ്പോൾ RJD 18 സീറ്റ് നൽകി. JDU 4, LJP 1 സീറ്റിൽ മാത്രം. RJDക്ക് 77 സ്ഥാനാർത്ഥികളുള്ളതിൽ 33 പേർ യാദവരാണ്, ബാക്കി EBCകളടക്കം. പട്ടികജാതിക്കാർക്ക് 20, EBC 12. OBCയായ കോരി സമുദായത്തിന് 14 സ്ഥാനാർത്ഥികളുണ്ട് ഇത്തവണ. 2020 RJD 58 യാദവരെയും 13 മേൽജാതിക്കാരെയും രംഗത്തിറക്കി. BJPക്ക് ഭൂമിഹാർ രജപുത്ര സ്ഥാനാർത്ഥികൾ 49, 30 OBCകൾ. JDU ബ്രാഹ്മണ ക്ഷത്രിയ വിഭാഗത്തിന് നൽകിയത് 22 സീറ്റ്, 37 OBC സ്ഥാനാർത്ഥികൾ. ബീഹാറിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് പുതുക്കപ്പെടുകയാണെന്നർത്ഥം. മറ്റൊന്ന് സ്ത്രീ പ്രാതിനിധ്യമാണ്. ഒരു കാലത്ത് ലവകുശ പാർട്ടി എന്നറിയപ്പെട്ട JDUവിന് കുർമികളും കുശ്വാഹയും ഇല്ലാതെ പോകാനാവില്ല. രാഹുൽ ഗാന്ധി 10ഇടത്ത് റാലിയുമായി എത്തും. പ്രിയങ്ക അടക്കമുള്ള നേതാക്കൾ പ്രചരണത്തിൽ ശക്തമാകുന്നതോടെ തെരഞ്ഞെടുപ്പ് അന്തിമ പ്രചാരണം വലിയ ചൂടിലേക്ക് മാറിയിരിക്കുന്നു. തൊഴിലാളി മേഖലയിൽ CPIMൽ സ്വാധീനവും ഇടതു പാർട്ടികളുടെ ചില സീറ്റുകളിലെ നേട്ടവും ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷയാണ്. രണ്ടാം ഘട്ടം BJPക്ക് കൂടുതൽ പ്രതീക്ഷയുള്ള മേഖല. ആദ്യഘട്ടം കഴിഞ്ഞ തവണ മഹാഗഠബന്ധന് കൂടുതൽ കൈയയച്ച് സഹായിച്ച പ്രദേശങ്ങൾ. മഹാഗഠബന്ധൻ തകർന്നുവെന്ന NDA നേതാക്കളുടെ പ്രചാരണത്തിന് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായി തേജസ്വിയാണത്, നിങ്ങൾക്കാരുണ്ട്, പ്രഖ്യാപിക്കുമെന്നാണ് മഹാഗഠബന്ധൻ ഉയർത്തിയ ചോദ്യം. സ്വന്തമായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും NDA പ്രചാരണം പക്ഷേ ശക്തമാണ്. ബാക്കി നവംബർ 6, 11 ദിവസങ്ങളുടെ ഭാഗധേയം തീരുമാനിക്കും. അത് നവംബർ 14 അറിയാം.